ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് കൊയിലാണ്ടി കാപ്പാട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. നല്ല തിരക്കായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്യൂ നിന്നേരമാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിഭാഗമാണ്. അതായത് അഡൾട്ട്, ചിൽഡ്രൻസ്, സീനിയേഴ്സ്. അഡൾട്ടിന് നമുക്ക് 25 ആണ് പെർ ഹെഡ് വരുന്നത്. ചിൽഡ്രൻസിന് പെർ ഹെഡ് 10 റുപ്പീസും പിന്നെ സീനിയേഴ്സിന് പെർ ഹെഡ് നമുക്ക് 10 റുപ്പീസുമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. അമ്മമ്മ ഓൾറെഡി ഒരുപാട് വട്ടം ഈ ഒരു ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ 2 തവണയാണല്ലോ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞ് അമ്മമ്മയുടെ പുളൂസ് കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ചിരിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. കാര്യം എന്ന് പറയുന്നത് അമ്മമ്മ കുറേ ആയിട്ട് കിഡ്നിയുടെ പ്രോബ്ലം കാരണം എവിടെ ഇറങ്ങാറില്ല. കുറേ എന്നല്ല, ഒരു 1 മന്തായിട്ട് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോയതാണ് ഇന്നലെ. അപ്പം അത്യാവശ്യം നല്ല പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വിശ്രമിക്കാനും കാറ്റ് കൊള്ളാനും കിടക്കാനും അങ്ങനെ ഒരുപാട് പേരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ കുറേ നടന്നല്ലോ, അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ വന്നേരം ഞങ്ങൾ അവിടെ തന്നെ വിശ്രമിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്രികയും ഉണ്ണിയേട്ടനും ഓൾറെഡി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. കുറേയൊക്കെ കടൽക്കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലോണം. ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പം കുട്ടികളൊക്കെ ലീവായിട്ടും പിന്നെ ഓണവും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വെക്കേഷനും പിന്നെ പാരൻസിൻ്റെ വീട്ടിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അത്യാവശ്യം കാല് കുത്താനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ആ ഒരു ഗാർഡൻ ഏരിയയിൽ. ഇവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല, ബീച്ച് ഏരിയയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്രികയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഓൾറെഡി ജീൻസിൻ്റെ ടോപ്പാകുമ്പോൾ അതിലേക്ക് മണൽ കയറിയിട്ടുണ്ട്, പിന്നെ വാഷ് ചെയ്യാൻ ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൾറെഡി പോകുമ്പോൾ തന്നെ കടല കഴിക്കായിരുന്നു കേട്ടോ. അവൾക്കുള്ള നല്ല കടല മാറി നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അവൾ ഇരിക്കലായി കിടക്കലായി നീന്തലായി തന്നു. പിന്നെ അവൾ കളിയായിരുന്നു, നല്ല ഭയങ്കര എൻജോയ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളോട് കയറാൻ പറഞ്ഞിട്ടൊന്നും അവൾ കയറുന്നുണ്ടായില്ല. കുറേ കളിച്ചതിന് ശേഷം വീണ്ടും അവൾ കയറി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. പോകാൻ നിന്ന സമയത്ത് അവൾ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യിപ്പിച്ചു കേട്ടോ. അവിടെ ഒരുപാട് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടാതെ ചെറിയ പൈപ്പ് പുറത്തും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വാഷ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഇറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് ഊഞ്ഞാലകളും അതുപോലെ തന്നെ ഈ ഡക്കിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറണം എന്ന്